ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒരു ഒഴിവാക്കാനായിട്ട് വെച്ചിട്ടുള്ളൊരു ചുരിദാറാണിത്. അത് വെച്ചിട്ട് ഒരു ഫ്രോക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. നല്ല സിൽക്ക് മെറ്റീരിയലാണ്, അതുകൊണ്ടൊന്ന് അയൺ ചെയ്താൽ തന്നെ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് വേറെയും മെയിൻ മെറ്റീരിയൽ വേറെയും ഇതുപോലെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ്ങിനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ 2 സ്ലീവും ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. സ്ലീവ് വെച്ചിട്ടാണ് നമ്മൾ ഉടുപ്പിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് പോണത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് പോണത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ അതിൽ കിട്ടുള്ളൂ. അപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കുട്ടികളുടെ ഒരു ഫ്രോക്ക് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് അളവെടുത്തിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് അളവുകളൊക്കെ കാണാപ്പാടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരളവ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച്, ബാക്ക് നെക്ക് 3 ഇഞ്ച്, പിന്നെ ഷോൾഡർ 2 ഇഞ്ച്, യോക്ക് പോർഷൻ ഒരു 9 10 അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒക്കെ മാർക്ക് ചെയ്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലൈനിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഴുത്തിൻ്റെ ആ ഭാഗം മാത്രം ലൈനിങ് വെച്ചിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മെറ്റീരിയലും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ലൈനിങ്ങിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കഴുത്തിൻ്റെ ആ ഭാഗം മാത്രം അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ മറിച്ചെടുക്കാനായിട്ട് പറ്റുക. പിന്നീട് നേരെ തിരിച്ചിട്ടിട്ട് മുകൾ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ 2 ഭാഗം ചെയ്തെടുക്കുക. പിന്നീട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നീടാണ് നമ്മൾ അടിഭാഗത്ത് ഞെറി ഇട്ട് കൊടുക്കാനായിട്ട് പോണത്. ഞൊറിവിട്ട് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം ഇതുപോലെ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ യോക്ക് പോർഷൻ്റെയും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ 2 കട്ടിങ്ങുകളും ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റി പോവാതിരിക്കും. കാരണം ഇത്രയും പോർഷനാണ് നമ്മൾ ഈ ഭാഗത്ത് ഞൊറിവിട്ട് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള പോർഷൻ അത്രയും ഭാഗത്ത് കൊള്ളിക്കണം. അതിനാണ് നമ്മൾ ഈ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ തെറ്റി പോവില്ല. ജസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ് അവിടെ കട്ടിങ് ഒന്നും ഇട്ട് കൊടുക്കാതെ ഈ ഭാഗം മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണെങ്കിൽ അവസാന ഭാഗം വരുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ ബാക്കി വരും. പിന്നെ അത് അഴിച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അപ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലെയർ കുറഞ്ഞു പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു മെഷർമെൻറ്റിൽ തന്നെ അടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഫ്രണ്ട് ഭാഗം ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈനിങ്ങും നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. ലൈനിങ്ങിൻ്റെയും സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ തന്നെ അതിന് മുകളിൽ വെച്ചിട്ട് ഞെറിവിട്ട് കൊടുക്കുക. പിന്നീട് വന്നിട്ടുള്ളത് ലൈനിങ്ങിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വലുതാക്കി ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഒരു സ്കേർട്ടിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നല്ല റയോണിൻ്റെ മെറ്റീരിയലും ഈ കളറ് ഈ ഒരു ബ്ലൂവിനോട് നല്ലപോലെ മാച്ച് ചെയ്യും തോന്നിയതുകൊണ്ട് അത് ഇതിൻ്റെ അടിഭാഗത്ത് ഞൊറിവിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കയ്യിനും. അപ്പോൾ ആദ്യം തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് മാറ്റിയതിന് ശേഷം നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് ആദ്യം ഈ ഞൊറിവ് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞൊറിവും കൂടി വെച്ച് വരുമ്പോൾ ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് ഒരു 3 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗത്ത് ഇതുപോലെ ഞെറിവിട്ട് കൊടുത്തു 2 ഭാഗത്തും. പിന്നെ ബാക്കിയുള്ള ഭാഗം കയ്യിൻ്റെ അവിടെയും കൂടി ഞെറിവിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെക്കുമ്പോൾ കയ്യും തന്നെ നല്ല പോലെ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് വീതി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഇതുപോലെ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കയ്യിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ യോക്ക് പോർഷൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ മെയിൻ മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് കുറച്ചും കൂടെ ഫ്ലെയർ ആയിട്ട് നിൽക്കുള്ളൂ. ലൈനിങ്ങും വേറെയും മെയിൻ മെറ്റീരിയൽ വേറെയും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ മെയിൻ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ നിർത്തി വെച്ച ഭാഗത്ത് നിന്ന് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലത്തെ മെയിൻ മെറ്റീരിയൽ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ മാറ്റി കൊടുത്തിട്ട് ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഫ്ലെയറൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.